എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് HDP ടർപോളിൻ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. സാധാരണ മൾട്ടിലെയർ ക്രോസ് ലാമിനേറ്റഡ് ടർപോളിനിൽ LDP മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ HDP ടർപോളിനിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ HDPE ആണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. നിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള HDPE റോ മെറ്റീരിയൽ, കളറിനായുള്ള മാസ്റ്റർ ബാച്ച്, അൾട്രാവയലറ്റ് സംരക്ഷണത്തിനായുള്ള UV അഡിറ്റീവ് എന്നിവ ചേർത്ത ശേഷം അവ ഉരുക്കുകയും വീഡിയോയിൽ കാണുന്നത് പോലെ ചാക്ക് രൂപത്തിലുള്ള ഷീറ്റുകളാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് ആദ്യഘട്ടം. പാക്കിങ്ങിന് ഉപയോഗിക്കുന്ന HDP ഫാബ്രിക്കുകൾ കോട്ടിംഗ് ഇല്ലാതെ നിർമ്മിക്കുമ്പോൾ മറ്റ് ഉപയോഗങ്ങൾക്കായുള്ള HDP ഫാബ്രിക്കുകൾ അവയുടെ ഉപയോഗത്തിനനുസരിച്ച് PP, PE, LDPE എന്നീ മെറ്റീരിയൽ ഉപയോഗിച്ച് കോട്ടിംഗ് നൽകുന്നതാണ് അടുത്ത ഘട്ടം. റോൾ അല്ലെങ്കിൽ ബണ്ടിലായിട്ടാണ് HDP ടർപോളിനുകൾ മാർക്കറ്റിൽ കണ്ടുവരുന്നത്. 4, 5, 6 അടി വീതിയിലുള്ളവ റോളുകളായും 8, 10, 12, 15, 18 അടി വീതിയിലുള്ളവ ബണ്ടിലായും മാർക്കറ്റിൽ ലഭിക്കുന്നു. സാധാരണ ടർപോളിനുകളുടെ എല്ലാ ഉപയോഗങ്ങളും ഉണ്ടെങ്കിലും തൃശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ വേലി കെട്ടുന്നതിനായി HDP ടർപോളിനുകൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. ഷാലിമാർ, വാവ്നെക്സ്, ബ്ലൂ ഡയമണ്ട്, മാക്സോ, ഫാൽക്കൺ എന്നിങ്ങനെയുള്ള ബ്രാൻഡഡ് HDP ഷീറ്റുകളും മറ്റനേകം നോൺ ബ്രാൻഡഡ് HDP ഷീറ്റുകളും നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. നീല നിറത്തിലാണ് HDP ടർപോളിനുകൾ ഏറ്റവും അധികം കാണപ്പെടുന്നതെങ്കിലും മറ്റു പല നിറങ്ങളിലും ചെക്ക്, പട്ട അഥവാ സ്ട്രൈപ്സ് എന്നീ പാറ്റേണുകളിലും ഈ ഉൽപ്പന്നം കാണപ്പെടുന്നു. NV അഥവാ RP, സെമി വെർജിൻ, വെർജിൻ എന്നീ വ്യത്യസ്ത ക്വാളിറ്റികളിൽ HDP ഷീറ്റുകൾ ലഭ്യമാണ്. വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന 4, 5, 6 വീതികളിലുള്ള ഷീറ്റുകൾ ഐലിഡുകളോ റോപ്പുകളോ ഇല്ലാതെയാണ് വരുന്നത്. 100, 120, 135, 160, 200 എന്നീ GSMകളിലാണ് സാധാരണയായി HDP ടർപോളിനുകൾ നിർമ്മിക്കുന്നത്. നീല നിറത്തിലുള്ളവ 135 GSMലും പട്ട, ചെക്ക് എന്നിവ 160 അല്ലെങ്കിൽ 165 GSMലുമാണ് ഏറ്റവും അധികം കാണപ്പെടുന്നത്. റോൾ രൂപത്തിൽ വിൽക്കപ്പെടുന്ന HDPE ഷീറ്റുകളുടെ ഉള്ളിൽ വൈൻഡിങ്ങിനായി കോർ ഉണ്ടാവാറുണ്ടെങ്കിലും കോറിൻ്റെ കനം കുറച്ച് നെറ്റ് വെയ്റ്റിലാണ് ഉപഭോക്താവിന് ഈ ഉൽപ്പന്നം ലഭ്യമാക്കുന്നത്. ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത വിവരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.